നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന അപ്ഡേറ്റ് ആയതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ്. ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് ഇന്ത്യയിലെ KFC ഫ്രാഞ്ചൈസി ഓപ്പറേറ്ററും കൂടാതെ ഒരു ലീഡിംഗ് QSR സെഗ്മെന്റിലെ കമ്പനിയുമാണ്. ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് തായ്ലൻഡിലെ KFC ഫ്രാഞ്ചൈസികൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. തായ്ലൻഡിലെ KFC ഫ്രാഞ്ചൈസി ഓപ്പറേറ്റർ കമ്പനിയായ റെസ്റ്റോറന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 51% സ്റ്റേക്കുകൾ ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ദേവയാനി ഇന്റർനാഷണൽ DMCC എന്ന കമ്പനി വഴി അക്വയർ ചെയ്യും. $128 മില്യൺ ഈ അക്വിസിഷൻ നടക്കുക. 2024 മാർച്ച് മാസത്തോടുകൂടി ഈ അക്വിസിഷൻ പൂർത്തിയാവുകയും ചെയ്യും. ഇതിനുശേഷം തായ്ലൻഡിലുള്ള 274 KFC ഔട്ട്ലെറ്റുകളെയും അതിൽ വർക്ക് ചെയ്യുന്ന 4500ഓളം എംപ്ലോയീസിനെയും ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി അക്വയർ ചെയ്യും. ഈ അക്വിസിഷന് ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയെ സിംഗപ്പൂർ ബേസ്ഡ് പ്രൈവറ്റ് ഇക്വിറ്റി ഫീമായ ടാംസക് ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി ഫിനാൻഷ്യലി സഹായിക്കുകയും ചെയ്യും. ആൾറെഡി ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി 1984 മുതൽ KFC ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ചെയ്തു വരുന്നു. ഈ സെഗ്മെന്റിൽ ഏറ്റവും അധികം വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ്. തായ്ലൻഡ് വളരെയധികം വളർച്ചാ സാധ്യതയുള്ള പൗൾട്രി മാർക്കറ്റാണ്. അവിടെ നോൺ വെജിന്റെ കൺസപ്ഷൻ വളരെ കൂടുതലാണ്. ഇത് ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫർദർ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ന്യൂസ് ആകാൻ സാധ്യതയുണ്ട്. കൂടാതെ കമ്പനി പുതിയ രാജ്യങ്ങളിൽ അതിന്റെ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇന്ത്യയിലും നേപ്പാളിലുമായി ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 500ലധികം ഔട്ട്ലെറ്റുകളാണുള്ളത്. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. അനുകൂലമായ മാർക്കറ്റ് റിയാക്ഷൻ വരികയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 200 എന്ന ലെവലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ആൾറെഡി ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് സപ്പോർട്ടിൽ ലഭ്യമാണ്. മുമ്പ് സ്റ്റോക്കിന് 125 ആയിരുന്നു സപ്പോർട്ട്. അവിടെ നിന്നും 180 രൂപയുടെ സപ്പോർട്ടും ഇപ്പോൾ സപ്പോർട്ട് 180 രൂപയിലേക്കും ഉയർന്നിട്ടുണ്ട്. സപ്പോർട്ട് ഹയർ സൈഡിലേക്ക് നീങ്ങുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതേസമയം പലപ്പോഴും QSR സെഗ്മെന്റിലെ കമ്പനികൾ ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് അനുസരിച്ച് വോളറ്റൈൽ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ചാർട്ട് പാറ്റേൺ നോക്കിയാലും വളരെ ഉയർന്ന വോളറ്റൈലിറ്റി നമുക്ക് കാണാം. രണ്ടാമത്തെ സ്റ്റോക്ക് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. തുടർച്ചയായി ഹൈ മൊമെന്റം അല്ലെങ്കിൽ അപ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന റിന്യൂവബിൾ സെക്ടറിലെ ഒരു കമ്പനിയാണ് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 3.67% ഉയർന്ന് 1371 ക്ലോസിംഗ് നൽകി. 5000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 36.92. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് ഒരു മാസം കൊണ്ട് 13% റിട്ടേണും 6 മാസം കൊണ്ട് 112% റിട്ടേണുമാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം KPI ഗ്രീൻ എന്ന കമ്പനി QIP വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 1371 രൂപയ്ക്ക് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്ക് ഇന്ന്, അതായത് ഡിസംബർ 19 QIP വഴി 1245 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരിക്കും സെൽ ചെയ്യുക. ഇവിടെ ഒരു ഡിസ്കൗണ്ട് സെല്ലിംഗ് ആണ് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും പുറത്തു വരുന്നത്. കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം 5% ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് വാങ്ങാനുള്ള അവസരം ലഭിക്കും. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനി പ്രധാനമായും എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടറിലും കൂടാതെ ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസിംഗ് സെഗ്മെന്റിലുമാണ് പ്രവർത്തിക്കുന്നത്. 148 മെഗാവാട്ടിലധികം സോളാർ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റിയുള്ള ഒരു കമ്പനിയാണ്. കൂടാതെ കമ്പനി മികച്ച റിട്ടേൺ റേഷ്യോസും മെയിൻറ്റെയിൻ ചെയ്യുന്നു. 5000 കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ROE 53.4ഉം ROCE 24.7ഉം സ്റ്റോക്കിന്റെ വാല്യൂഷൻ 38.5. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. 189 കോടിയിൽ നിന്നും സെയിൽസ് 215 കോടിയിലേക്ക് ഉയർത്തുകയും നെറ്റ് പ്രോഫിറ്റ് 33 കോടിയിൽ നിന്നും 35 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 122%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 157%. 289 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 838 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. റീസെന്റ് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 54.8% നിന്നും 56.6% ഉയർത്തി. FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.2% നിന്നും 4.6% ഉയർന്നു. പ്രൊമോട്ടേഴ്സും FISും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 40% നിന്നും 38% ഇടിഞ്ഞു.
KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 1377 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. QIP 1250 രൂപയ്ക്ക് അടുത്ത് പ്രഖ്യാപിച്ചതുകൊണ്ട് സ്റ്റോക്ക് ചിലപ്പോൾ 1250 എന്ന സപ്പോർട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും 1250 സ്റ്റോക്കിന്റെ ഒരു ബ്രേക്ക്ഔട്ട് സപ്പോർട്ട് ലെവൽ കൂടിയാണ്. അതുകൊണ്ട് സ്റ്റോക്ക് ഈ ലെവലിൽ എത്തുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്